ഓക്കെ, ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. അപ്പോൾ നമ്മൾ റിയാക്ട് നേറ്റീവ് കോഡിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് എങ്ങനെയെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൊബൈൽ നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. വൈസർ എന്നാണ് അതിൻ്റെ പേര്. ആ സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിൽ നമുക്ക് APK കിട്ടിയിട്ടുണ്ട്. APK ഇൻസ്റ്റാൾ ചെയ്യാണ്. RN ടെംപ്ലേറ്റ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കാൻ ആപ്പ് എന്ന് കൊടുക്കാം. ഈ സെയിം ടൈം നമ്മുടെ മൊബൈലിൽ ഈ സെയിം സംഭവം തന്നെ നമ്മുടെ മൊബൈലിൽ കാണിക്കുന്നുണ്ടാവും. നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ഇന്ററാക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഡയറക്റ്റ് മൊബൈലിലൂടെ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, മീൻവൈൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ എന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കാം. നമ്മൾ റീസെൻ്റ്ലി ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ട് നേറ്റീവ് ഫിഗ്മയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രോട്ടോടൈപ്പ് വെർഷനാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് സ്പ്ലാഷ് സ്ക്രീൻ മിസ്സായിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ ക്ലോസ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്പ്ലാഷ് സ്ക്രീൻ മിസ്സായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 3 സെക്കൻഡ് നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ആപ്പ് തുറക്കുമ്പോഴും അവരെ ലോഗൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്നിട്ടല്ലേ നമ്മൾ ബാക്കി ഭാഗത്തോട്ട് എത്തുക. അതാണ് ഈ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയുന്നത്. അത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഏകദേശം ഒരു വയർ ഫ്രെയിം പോലെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉള്ളൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ യൂസർ നെയിം ജാസിർ എന്ന് അടിക്കുന്നുണ്ട്. പാസ്വേഡ് 123 നടക്കുന്നുണ്ട്. പാസ്വേഡൊക്കെ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജാസർ 123 എന്ന് കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. രജിസ്ട്രേഷൻ ഡീറ്റെയിൽ സക്സസ്ഫുള്ളി സേവ്ഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജാസിർ പാസ്വേഡ് ജാസിർ @123 എന്നാണ്. ആദ്യം 123 കൊടുത്തു, തെറ്റിച്ച് കൊടുത്ത് നോക്കുകയാണ്. ഓക്കെ, കറക്റ്റാണ്. 123 ആക്കി. വീണ്ടും തെറ്റി. വാലിഡ് ലോഗിൻ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതന്നെയല്ല ഇപ്പം ഞാൻ അവിടെ കൊടുത്തേ. ഓക്കെ, അപ്പോൾ യൂസർ നെയിം നമ്മൾ ക്യാപിറ്റലിൽ കൊടുത്തത് കൊണ്ട് അതായിരുന്നു ഇഷ്യൂ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോം, ഡാറ്റ, പ്രൊഫൈൽ എന്നാണ് ഈ 3 ടാബ് കാണിക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ സിംഗിളായിട്ട് ജാസർ എന്ന് പറഞ്ഞൊരു പ്രൊഫൈലാണുള്ളത്. അതുകൊണ്ട് ആ പ്രൊഫൈൽ തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലോഗോട്ട് ഇവിടെയും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മൊഡാൽ സെൻറ്ററിൽ വരുന്ന ടൈപ്പ് മൊഡാലാണിത്. ടോപ്പിലുള്ളൊരു മൊഡാലാണ്. സ്നാക്ക് ബാർ വർക്കിംഗ് ആണ്. മൊഡാൽ ബോട്ടം അത് വർക്കിംഗ് ആണ്. ക്ലോസ് അവിടെയൊക്കെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ആ ഒരു പോർഷൻ കറക്റ്റാണ്. ഓക്കെ, ഇനി ഞാൻ ലോഗൗട്ട് ചെയ്യാൻ പോവാണ്. ലോഗൗട്ട് ചെയ്തു. ഇനി ഞാൻ ഒരു അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. സ്മാൾ ലെറ്ററിൽ കൊടുക്കുകയാണ്. ജാസിർ എം ജെ എന്ന് കൊടുത്തു. ഇവിടെയും ക്യാപിറ്റൽ JASIR MJ @123 JASIR MJ @123. നമുക്ക് അലൈൻമെന്റ് ഇഷ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്തോ സാധനം എഴുതിയിരിക്കണ്. അത് നമുക്ക് വിസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇത് ഇവിടെ ഇത് വിട്ട് നിൽക്കണ പോലെ തോന്നുന്നത്. അപ്പോൾ രജിസ്റ്ററിന് കൊടുക്കാൻ പോവാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ജാസിർ എം ജെ, ഇവിടെ JAS@123. അപ്പോൾ ഇവിടെ 2 യൂസേഴ്സിനെ കാണിക്കണം. ഇവിടെ ജാസിർ എം ജെ ആണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഈ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരാൻ പാടില്ല. അതൊരു ബഗ്ഗാണ്. ഓരോ തവണയും ആപ്പ് ക്ലോസ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, നമ്മൾ 2 യൂസേഴ്സും ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്തപ്പോൾ സ്റ്റോറേജ് മൊത്തം പോയി. അതിനാണ് ആ സ്പ്ലാഷിലാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ സ്പ്ലാഷ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വിട്ട് പോയതാണോ അറിയില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ടീമായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ സെർവറിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ server.com കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേണം. അത് വന്നിട്ടില്ല. അപ്പം അത് വർക്ക് അസൈൻ ചെയ്യാണ്ട് തോന്നുന്നുണ്ട്. ഇതാണ് ഒരു മിനിമം ലെവലിൽ നമ്മൾ കോഡിംഗ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ചെറിയൊരു വർക്ക്. ഇതിലിപ്പോൾ കണ്ടിട്ടുള്ള ഇഷ്യൂസൊക്കെയാണ് ഇനി നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ജിറ നോക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മൾ ജിറ. ഇത്തരം ടാസ്കുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ബഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ കാണുന്ന ബഗ്സ് 1 by 1 ആയിട്ട് നോട്ടിഫൈ ചെയ്യാണ് വേണ്ടത്. നമുക്ക് എന്താ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ലോഗിൻ ടു കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വരും. പിന്നെ നമ്മൾ ലോഗിൻ പേജിലേക്ക് എത്തി. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിലേക്ക് എത്തി. ഇപ്പോൾ ഈ ഡിസൈൻ ഒന്നും നോക്കണ്ട, അതൊന്നും അവിടെ എത്തിയിട്ടില്ല. നമുക്കിപ്പോൾ ഇത് അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് വർക്ക് പോകാത്തത്. പിന്നെ ഡാറ്റ ക്ലിക്ക് ചെയ്തു. ഡാറ്റ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എത്തി. ഈ ഡീറ്റെയിൽസ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരണം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്. അപ്ഡേറ്റ് ആൻഡ് ലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷനാണ് അവിടെ വരിക. ഓക്കെ, അതേപോലെ പ്രൊഫൈൽ ഇവിടെ ലോഗൗട്ട് അടിച്ചു കഴിഞ്ഞാലും ലോഗൗട്ട് ഇങ്ങനെ ഓപ്ഷൻ വരണം. അത് വരുന്നുണ്ടോ? അത് വന്നിട്ടില്ല. അത് വേറെ പ്രശ്നമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മിസ്സിംഗ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ സ്പ്ലാഷ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കൊരു ഓവറോൾ ഒരു APK ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആപ്പ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ നമുക്ക് പെർസിസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ അതിലെ ഡാറ്റ അവിടെ നിലനിൽക്കണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കണം. വല്ല സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ലോഗൗട്ട് ആവും എന്നുള്ളതാണെങ്കിൽ ഓക്കെ. അങ്ങനെ കൺസേൺ ഇല്ലാത്തത് കാരണം നമ്മളിപ്പോൾ വാട്സപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ OTP ലോഗിൻ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ. കാരണം അതിൽ നമ്മൾ മെയിൻലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലങ്ങനെ അത്ര ഒരു സെക്യൂരിറ്റി ആ ഭാഗത്ത് കൊടുക്കുന്നതിൽ വലിയ കാര്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലും വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ലോഗൗട്ട് അടിക്കണ വരെ ആ ആപ്പ് അത് ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ,
പിന്നെ APKന്റെ ഭാഗം ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ആപ്പിൽ ഡീറ്റെയിൽസ് ലോഗിൻ ചെയ്ത് കയറി. അപ്പോൾ നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എടുക്കുമ്പോൾ ഡയറക്റ്റ് ഹോം പേജിലേക്കാണ്, സ്പ്ലാഷ് കഴിഞ്ഞ് ഡയറക്റ്റ് ഹോം പേജിലേക്കാണ് വരേണ്ടത്. അല്ലാത്ത പക്ഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വരണം? സ്പ്ലാഷിൽ നിന്ന് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു യൂസർ ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ആപ്പ് തുറക്കുന്നുണ്ടെങ്കിൽ ലോഗിൻ പേജ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പേജ് ആ ഒരു ഭാഗമാണ് കാണിക്കേണ്ടത്. അതല്ല നമുക്ക് ഫ്രീ ആയിട്ട് ആപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്തിട്ട് കയറുന്ന ഒരു രീതിയിൽ. നമ്മളെപ്പോഴും ആപ്പിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? യൂസറുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന, യൂസറെ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. ആ ഒരു ഫ്ലോ ആണ് ഒരു 80% ആപ്ലിക്കേഷന് വരിക. ഓക്കെ. പിന്നെ ആപ്പിലുള്ള ഡാറ്റ ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റെ അക്കൗണ്ട് വെച്ച് കയറി. ഓക്കെ, ഞാനത് ലോഗൗട്ട് അടിക്കുന്നത് വരെ അതങ്ങനെ നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സെപ്പറേറ്റ് ലോഗൗട്ട് അടിച്ചാൽ മാത്രം അക്കൗണ്ട് ക്ലിയർ ആവുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്ത് ആപ്പ് എടുക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ട്. അത് ഫിക്സ് ചെയ്യണം. സ്പ്ലാഷ് എനിക്ക് തോന്നുന്നു സ്പ്ലാഷ് മിസ് ചെയ്തിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. വേറെ ആരും ഇത് സ്പ്ലാഷിന്റെ ഭാഗം ടേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു 3 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ സ്പ്ലാഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഓൾറെഡി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടുന്ന് സെറ്റപ്പ് ചെയ്യുക. സെറ്റപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇനിയിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ലോഗിൻ പേജിലേക്ക് പോവുക. ഇനിയിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോം പേജിലേക്ക് വരിക. ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് തന്നെ അവിടെ കാണിക്കുക എന്നുള്ളതാണ് സ്പ്ലാഷിൽ നിന്ന് ചെയ്യേണ്ടത്. നമ്മൾ ലോഗൗട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പ്ലാഷ് വന്ന് ആപ്പ് ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ സ്പ്ലാഷിൽ വരിക. സ്പ്ലാഷിൽ നിന്ന് ലോഗിൻ രജിസ്ട്രേഷൻ ആ പേജ് തന്നെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, വൺസ് ലോഗിൻ കഴിഞ്ഞാൽ പിന്നീട് ലോഗൗട്ട് എടുക്കുന്നത് വരെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഏത് പേജിലെ ഹോം പേജിലേക്കാണെങ്കിൽ ഹോം പേജിലേക്ക് ആണ് അവിടെ എത്തി നിൽക്കേണ്ടത്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ആപ്പ് എടുത്തു. ഓക്കെ, ഇങ്ങനെ ആക്കി വെച്ച് വിചാരിച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ആ ഒരു ഭാഗത്ത് തന്നെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ജാസർ എംജെ, ഇതൊക്കെ ഒരു ബേസിക് ഫ്ലോ ആണ്. അപ്പം ഞാൻ ഈ ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. ഞാൻ ഇത് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടു. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിക്കാണ്. കാരണം നമുക്ക് നോക്കിയാൽ കാണാം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് ആപ്ലിക്കേഷന്. അപ്പം നമ്മൾ വീണ്ടും അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പേജ് തന്നെ കിട്ടണം. അത് കുഴപ്പമില്ല. ചിലപ്പോൾ എടുക്കുമ്പോൾ ആദ്യം തൊട്ട് വരുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല. ആ ലെവലിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ചെക്ക് ചെയ്ത് എൻഷർ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഇതിലിപ്പോൾ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ക്ലോസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഡാറ്റ കീപ്പ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഡാറ്റ നമുക്ക് മാനുവലി ക്ലിയർ ചെയ്യാൻ പറ്റും. ലോങ് പ്രസ് ചെയ്യുക, ആപ്പ് ഇൻഫോയിൽ പോവുക. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിന്റെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക. ഈ ആപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ സ്റ്റോറേജ് വരുന്നത് അത് ഫുള്ള് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരെണ്ണം. പിന്നെ ക്യാഷ് നമ്മൾ ഈ ആപ്പിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ബൈ ഡിഫോൾട്ട് അതിലുണ്ടാവും. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതുണ്ടാവും. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷിന്റെ സ്പേസ് ഫ്രീ ആയി കിട്ടും. ഈ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേസ് ക്ലിയർ ആയി കിട്ടും. സ്റ്റോറേജ് എന്താന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു. ഇതിൽ ഞാൻ ജാസിർ എംജെ JACR MJ2123 ഇവിടെ ലോഗിൻ ചെയ്തപ്പോൾ ഈ ഡാറ്റ ഇത് ഞാൻ 2 രജിസ്റ്റർ ചെയ്തതാണ്. ആ ഡാറ്റ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതങ്ങനെ കിടക്കാൻ കാരണം അതിന്റെ ആപ്പിന്റെ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ വഴികളാണ് കേട്ടോ കാണിക്കുന്നത്. ക്യാഷ് ക്ലിയർ ചെയ്തു. ക്യാഷ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ആപ്പ് എടുത്ത് നോക്കുക. എന്തെങ്കിലും ആപ്പിന് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ല, ആപ്പ് വർക്കിംഗ് ആണ്, ഫൈനാണ്, ഡാറ്റ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ക്യാഷ് ക്ലിയർ ചെയ്ത് നമ്മൾ ക്യാഷിൻ്റെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അത് ബൈ ഡിഫോൾട്ട് ഉള്ളതിന് സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ദിസ്
ആപ്പ് ഡാറ്റ വിൽ ബി പെർമനന്റ്ലി ഡിലീറ്റഡ്. ദി സിംഗിൾ ഫയൽ സെറ്റിംഗ്സ് ഡാറ്റാബേസ് ആൻഡ് അതർ ആപ്പ് ഡാറ്റ. ആപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ആവുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. യൂസർ ഡാറ്റ 0 ബൈറ്റ് ആണ്. ആപ്പ് ക്ലോസ് ആവും ചെയ്തിട്ടുണ്ട്. കാരണം ആപ്പ് അവിടെ അങ്ങനെ ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബഗ് ആവാനാണ് ചാൻസ്. ഒന്ന് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഞാൻ എൻ്റെ സെയിം ഡീറ്റെയിൽസ് വെച്ച് കയറാണ്. യാസർ അംജെ കണ്ടോ, പ്ലീസ് എൻ്റർ വാലിഡ് ലോഗിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ കണ്ടന്റ് ഒക്കെ പിന്നീട് നമുക്ക് ആവശ്യാനുസരണം മാറ്റാം. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, നമ്മളെ ആപ്പിന്റെ സ്റ്റോറേജ് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആപ്പ് ഒരു സംഭവം ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ യൂസർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജസ് ഒക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഭാഗമാണ് ബഗ്ഗായിട്ട് വരുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ.